ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് സൈറ്റിലെ കുറച്ച് വീഡിയോസാണ്. അപ്പം നമ്മുടെ പുതിയ സൈറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അപ്പം സിറ്റ് ഔട്ട് ഭാഗമൊക്കെ കാണുന്ന ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തേക്കിൻ്റെ കട്ടളയും കതകും സ്പ്രേ ചെയ്ത് ഫിനിഷിങ് ആക്കിയിരിക്കുന്നതാണ്. അതുപോലെ ഇരുമ്പിൻ്റെ ജനൽപ്പാളികളാണ് കൂടുതലായിട്ട് ഇതിൻ്റെ മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ആ ജനൽപ്പാളികളെല്ലാം നമ്മൾ PS തേക്ക് സ്പ്രേ ചെയ്തതിന് ശേഷം ഡിസൈൻ വരച്ചെടുത്തതാണ്. തേക്കിൻ്റെ ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. തേക്കിൻ്റെ ഡിസൈൻ വരച്ച MRF സ്പ്രേ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ഏകദേശം അവസാനിച്ചാണ്. അപ്പോൾ വർക്ക് തീർന്ന് ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഹാളും ലിവിംഗ് റൂമിൻ്റെ അകത്തും ഒരു സീലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം ജിപ്സത്തിൻ്റെ സീലിംഗാണ്. അപ്പം അത് 2 സ്ക്വയറായിട്ട് 2 ജിപ്സമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് പൊട്ടിയിട്ടതിന് ശേഷം സിമെൻറ്റ് പ്രൈമർ അടിച്ച് തേക്കോട്ട് സ്പ്രേ ചെയ്ത് തേക്കിൻ്റെ ഡിസൈൻ വരയ്ക്കുന്നതാണ്. അപ്പോൾ അകത്ത് ചെയ്തിരിക്കുന്ന കുറച്ച് ഫർഗോളയുടെ പാനലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അലുമിനിയത്തിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡാർക്ക്നെസ് വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിതിന് ഡിസൈൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ തേക്കോട്ട് സ്പ്രേ ചെയ്തിട്ടിരിക്കുന്നതാണ്. പേപ്പറൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്താണ്. സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൽ അടിച്ചിരിക്കുന്നത് സിമെൻറ്റ് പ്രൈമറാണ്. സിമെൻറ്റ് പ്രൈമർ വാട്ടർ ബേസ്ഡായിട്ടുള്ള സിമെൻറ്റ് പ്രൈമറാണ്. അപ്പം ഓട്ടോമോട്ടീവായിട്ടുള്ള വൈറ്റ് പ്രൈമർ PS വൈറ്റ് എന്ന് പറഞ്ഞ വൈറ്റും അടിച്ചിട്ട് നമുക്കിത് തേക്കിൻ്റെ ഡിസൈൻ കൊടുക്കാൻ പറ്റും. അതാകുമ്പം കുറച്ചുകൂടെ ബെനിഫിറ്റായിട്ട് നിൽക്കുന്നതാണ്. കുറച്ചുകൂടെ പെട്ടെന്ന് കാലപ്പഴക്കമൊന്നും വരാതെ കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ട് നിൽക്കും. അപ്പം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ സാധാ സിമെൻറ്റ് പ്രൈമർ തന്നെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിമെൻറ്റ് പ്രൈമർ അടിച്ചതിന് ശേഷം സ്പ്രേ ചെയ്യും. MRF ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ PS തേക്കും സ്പ്രേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന ഡ്യൂലക്സിൻ്റെ PUവിൻ്റെ സ്പെഷ്യൽ തേക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ട് തേക്കിൻ്റെ ഡിസൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ കൂട്ടായിട്ട് എടുക്കുന്ന കളർ എന്ന് പറയുന്നത് റെഡും യെല്ലോയും ബ്രൗണും ബ്ലാക്കുമാണ് ചേർക്കുന്നത്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ വരയ്ക്കാൻ ബേസിൻ്റെ മുകളിലായിട്ട്. അപ്പം ബേസായിട്ട് കൊടുത്തിരിക്കുന്നത് സ്പെഷ്യൽ തേക്കാണ്. അപ്പം അതിൻ്റെ ഡിസൈനിങ് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇതാണ് കൂട്ടിയിരിക്കുന്നത്. ബ്രൗണ് നമ്മളിപ്പോൾ പറഞ്ഞ കളറുകളെല്ലാം തന്നെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഫസ്റ്റായിട്ട് ഡിസൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ നിലയൊന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ചെറിയ വർക്കായിരുന്നുകൊണ്ട് സീലിങ്ങിൻ്റെ അതുകൊണ്ട് നമ്മളൊരു സ്റ്റെപ്പ് ലാഡർ എടുത്തിരുന്നത്. അത് ഇന്ന് വരയ്ക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം തേക്കൂട്ട് ഡിസൈൻ വരയ്ക്കുമ്പം ഈ സ്ക്വയറായിട്ടുള്ള ഈ ജിപ്സം ആയതുകൊണ്ട് വളരെ റിസ്ക്കാണ്. അപ്പം ഇതിൻ്റെ 3 സൈഡ് വരയ്ക്കണം. സീലിംഗ് ഒഴിച്ച് 3 സൈഡ് വരയ്ക്കുമ്പം ഒരു സൈഡ് വരച്ചതിന് ശേഷം വേണം അപ്പുറത്തെ സൈഡിലോട്ട് പിന്നെ ലാഡർ മാറ്റിയിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് വരയ്ക്കാൻ. സീലിംഗ് വരയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ ജനൽപ്പാളിയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. പക്ഷേ സീലിംഗ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നിൽക്കണം, മുകളിലോട്ട് നോക്കിയിരിക്കണം, കഴുത്തിനൊക്കെ വേദനയൊക്കെ വരും. ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു വർക്കാണ് സീലിംഗ് വരയ്ക്കുക എന്ന് പറയുന്നത്. വരച്ച ഡിസൈനൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് നല്ല ശ്രമകരമായൊരു ജോലിയാണ്. അപ്പം ഇതാദ്യത്തെ ജിപ്സത്തിൻ്റെ വരച്ച് തീർന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിലുള്ള ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇനി വരയ്ക്കാനുണ്ട് 2 എണ്ണം ഇതുപോലെ തന്നെ ഉള്ളത്. അതും പ്രൈമർ അടിച്ച് തേക്കൂട്ട് സ്പ്രേ ചെയ്തിട്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ദിവസം പ്രൈമർ അടിച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് സ്പ്രേ ചെയ്തത്. രാവിലെ പ്രൈമർ അടിച്ചാൽ ഉച്ച കഴിയുമ്പോൾ ഉണങ്ങിയാലും സ്പ്രേ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ സിമെൻറ്റ് പ്രൈമറിൻ്റെ ഉൾഭാഗമൊക്കെ ഉണങ്ങി വരാൻ സമയമെടുക്കും. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ടിന്നർ ബേസിലാണ് സ്പ്രേ ചെയ്യുന്നത്. ടർപ്പൻ ബേസിലും സ്പ്രേ ചെയ്യാൻ പറ്റും. പക്ഷേ ടിന്നർ ബേസിൽ സ്പ്രേ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ടിന്നറിലാകുമ്പോൾ ഈ ഇനാമൽ ഒഴുകി വരികയില്ല. ഈ സ്പെഷ്യൽ തേക്കൊന്നും ഒഴുകി താഴോട്ട് വരികയില്ല നമ്മൾ എത്ര കട്ടിക്കടിച്ചെന്ന് പറഞ്ഞാലും. പക്ഷേ ടർപ്പൻ്റെ ബേസിൽ നമ്മൾ ഈ ഇനാമൽ സ്പ്രേ ചെയ്യുമ്പോൾ അത് കുറച്ച് കട്ടി കൂടിയാൽ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് നിൽക്കുകയില്ല. അത് ഒഴുകി താഴോട്ട് തന്നെ വീഴും. അപ്പോൾ അത് ഒഴിവാക്കാനാണ്, ആ ഒഴുകുന്ന ചെറിയ തുള്ളി പോലെയൊക്കെ നിൽക്കും, ആ പാടൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ടിന്നർ ബേസിൽ തന്നെ സ്പ്രേ ചെയ്യുന്നത്. എന്തുകൊണ്ടും എല്ലാ കാലാവസ്ഥയിലും ടിന്നർ ബേസാണ് നല്ലത്. അതേ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ടർപ്പൻ ബേസിലൊക്കെ ചെയ്യാൻ പറ്റും. നല്ല കാറ്റ് കിട്ടുന്നതും അതുപോലെ വെയിൽ നേരിട്ടടിക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇനാമൽ ടർപ്പൻ ഉപയോഗിച്ചും സാധാ ടർപ്പൻ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ ടിന്നർ ബേസിലാണ് അടിച്ചിരിക്കുന്നത്. അപ്പം
മാസ്ക് ചെയ്തേക്കുന്ന പത്രപേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കേറ്ററിംഗ് സ്ഥാപനത്തിലൊക്കെ കിട്ടുന്ന ഒരു ഷീറ്റുണ്ടല്ലോ, ഡെസ്കിൽ വിരിക്കുന്ന ആ മോഡലും കൊണ്ടാണ് നമ്മൾ മാസ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എളുപ്പം ശരിക്കും ന്യൂസ് പേപ്പർ തന്നെയാണ്. അപ്പം അത് കറക്റ്റ് അളവിൽ നമുക്ക് കീറിയെടുത്ത് ഒട്ടിക്കാൻ പറ്റും. അപ്പം സ്പ്രേ ചെയ്യാൻ ഡിസൈൻ വരച്ചതിന് ശേഷം സ്പ്രേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുന്നത് ടച്ച് വുഡ് മാറ്റാണ് സാധാ. ഇപ്പോൾ MRF അല്ല ചെയ്തിരിക്കുന്നത്. അപ്പം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സാധാ PS തേക്ക് അല്ല ചെയ്തിരിക്കുന്നത്. ഇതിപ്പം നമ്മുടെ ഇനാമൽ, സാധാ ഇനാമൽ, തേക്ക് ഇനാമൽ സ്പെഷ്യൽ തേക്കെന്ന് പറഞ്ഞ് ഇനാമൽ പെയിൻ്റാണ് സ്പ്രേ ചെയ്തത്. അതിന് ശേഷം നമ്മൾ ടച്ച് വുഡ് മാറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ടച്ച് വുഡ് മാറ്റ് സ്പ്രേ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം സ്പ്രേ ചെയ്ത് ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മാസ്ക് ചെയ്തിരിക്കുന്ന പേപ്പറൊക്കെ പൊളിച്ച് ഒന്ന് ക്ലീൻ ആക്കുവാണ്. പേപ്പറൊക്കെ പൊളിച്ച് കഴിയുമ്പം തന്നെ അതിൻ്റെ ഫിനിഷിങ് ഇപ്പം പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്ക്വയറായിട്ടാണ് നിന്നിരുന്നത്. നമ്മളിപ്പം ശരിക്കും ഒരു വുഡിൻ്റെ അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് വർക്ക്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പം ഡിസൈനൊന്നും കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നേരിട്ട് നല്ല ക്ലാരിറ്റിയാണ്. ഡിസൈൻ എല്ലാം തന്നെ കാണാൻ പറ്റും. നമ്മുടെ അവിടെ ചെയ്തിരിക്കുന്ന പാനലിങ്ങിൻ്റെ അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഒറിജിനാലിറ്റി ആയിട്ട്. പാനലിങ് ചെയ്തിരിക്കുന്നത് ഒരു ET ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത്. പർഗോള മോഡൽ പാർട്ടീഷൻ തിരിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ അകത്ത്. അതൊരു ET ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ET ഷെയ്ഡിനോട് ചേരുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ സീലിങ്ങിലെ വാം ലൈറ്റും ഈ കോർണറും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നല്ലൊരു വിഷ്വൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഈ ലൈറ്റ് സെറ്റിംഗ് എല്ലാം കൂടെ വന്നു കഴിയുമ്പം നമ്മുടെ ജിപ്സം ബോർഡും തേക്കിൻ്റെ ഡിസൈനും എല്ലാം കൂടെ നല്ല ഭംഗിയായിരിക്കും. ഈ കാണുന്ന പാർട്ടീഷൻ പാനലിങ്ങിൻ്റെ അതേ കളറാണ് നമ്മൾ ഈ സീലിങ്ങിന് കൊടുത്തിരിക്കുന്നത്, ജിപ്സം സീലിങ്ങിന്. അത് വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പം ഒത്തിരി ഡാർക്ക് ആകാതെ മീഡിയം ലെവലിൽ തന്നെ ആ പാനലിങ്ങിൻ്റെ അതേ കളറിൽ തന്നെ നമുക്കത് സ്പ്രേ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.